അയ്യോ വണക്കം. മേയർ വി വി രാജേഷാണ് ഇപ്പോൾ താരമെന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം. ഇത് കണ്ടിട്ട് നമ്മുടെ CPM പിടിക്കുന്നില്ല. കാരണം ഈ CPM ആരെങ്കിലും മേയറായി കഴിഞ്ഞാൽ മേയർ റൂട്ടി, അല്ലെങ്കിൽ മേയർ ബ്രോ, അല്ലെങ്കിൽ മേയർ അമ്മ, അല്ലെങ്കിൽ മേയർ ശിശു എന്നൊക്കെ നാട്ടുകാർ ഇവരെ വിളിക്കുന്നു എന്ന് ഇവർ തന്നെ പറയുന്നു. എൻ്റെ അറിവിൽ സത്യം പറഞ്ഞാൽ നാട്ടുകാർ ഇവരെ മനസ്സറിഞ്ഞ് മേയർ റൂട്ടി എന്നോ മേയർ ബ്രോ എന്നോ വിളിച്ച ചരിത്രമില്ല. നമുക്കിതിനു മുമ്പ് ആര്യ രാജേന്ദ്രൻ മേയർ ആവുന്നതിന് മുമ്പ് വേറൊരു മേയർ ഉണ്ടായിരുന്നു, VK പ്രശാന്ത് എന്നായിരുന്നു ആ മേയറുടെ പേര്. VK പ്രശാന്തിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നല്ലോ. ഈ പിണറായി എന്ന് പറയുന്ന കാരണഭൂതം കയറിയ ശേഷം നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തം ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദാ ഒരു മഴക്കാലമാണ്, VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ ഈ ഒമനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകുമെന്നുള്ളതാണ്. അവിടെ ഇവിടെ എല്ലാം പ്രകൃതി ദുരന്തം തന്നെ. ഈ പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലോ, അല്ല ഇതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ വീഴ്ച ആ സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടനെ പറയും, മക്കളെ ഇപ്പോൾ രാഷ്ട്രീയം പറയല്ലേ മക്കളെ, നന്മയുള്ള ലോകമേ കാത്തിരുന്ന് ഈ പാട്ട് 3 വട്ടം 2 നേരം വേണമെങ്കിൽ പാടിക്കോ എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. പോരാത്തതിന് ഇതിനകത്ത് ഇവർ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കകത്ത് നടത്തുന്ന അഴിമതി എല്ലാം ചൂണ്ടിക്കാണിച്ച ഉടനെ അങ്ങോട്ട് നോക്കൂ, കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെഴുകുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ മേയർ വി വി രാജേഷ് അധികാരത്തിലേറിയപ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ മേയർ ബ്രോ എന്ന് മനസ്സറിഞ്ഞ് ആരെ വിളിക്കുന്നുണ്ട്? നമ്മുടെ വി വി രാജേഷിനെ വിളിക്കുന്നുണ്ട്. VK പ്രശാന്തിനെ മേയർ ബ്രോ എന്ന് വിളിച്ചിരുന്ന സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. VK പ്രശാന്ത് മേയറായി കഴിഞ്ഞ ശേഷം VK പ്രശാന്ത് പ്രധാനപ്പെട്ട പണി, കേരളത്തിൽ ഒരു മഹാപ്രളയം വന്നു. ഈ പ്രളയത്തിൻ്റെ കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡിസാസ്റ്റർ എയ്ഡുകൾ, ഒരുപാട് സാധനങ്ങൾ ഈ പ്രളയബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ എന്ത് ചെയ്യണം? നേരെ കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. കോർപ്പറേഷൻ ഓഫീസിലെ യവന്മാർ അതൊക്കെ ഇരുന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് നേരെ വണ്ടി കയറ്റുമ്പോൾ നമ്മുടെ മേയർ VK പ്രശാന്ത് വരും. VK പ്രശാന്ത് വന്നിട്ട് ഒരു കൊടി ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പൊക്കും. ഏതാ ഒരു സിനിമയിൽ ജഗതി കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇടൂല, ഹൈ ഹോ ഹൊയ് എന്ന് പറഞ്ഞിങ്ങനെ ഇടുന്നത് പോലെ VK പ്രശാന്ത് ഇതിങ്ങനെ പൊക്കും. ഇങ്ങനെ പൊക്കി അവസാനം VK പ്രശാന്ത് വലിയൊരു പുള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് യുവമാരി തന്നെ VK പ്രശാന്തിനെ എന്നാ മേയർ ബ്രോ എന്ന് പറഞ്ഞൊരു പേരും അടിച്ച് VK പ്രശാന്തിന് കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ വന്നത്. ദോഷം പറയത്തില്ലോ, എനിക്ക് ആ സ്ത്രീയോട് വളരെയധികം ബഹുമാനമാണ്. കാരണം BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിക്കാൻ ഇത്രയധികം പരിശ്രമിച്ച ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ BJP പോലും ഇത്രയും പരിശ്രമിച്ച് കാണൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആര്യ രാജേന്ദ്രൻ വന്ന് എല്ലാം അടിച്ചു ഉടച്ച് കലക്കി കൈ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വി വി രാജേഷ് അധികാരത്തിൽ കയറി മേയർ ബ്രോ ആയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ CPM ഭയങ്കര, തമിഴിലൊരു വാക്കുണ്ട് വയത്തരിച്ചതെന്ന് പറഞ്ഞു, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഒരു പട്ടിയെങ്കിലും ആരെയെങ്കിലും കടിച്ചിരുന്നെങ്കിൽ എന്നാണ് ഇവന്മാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മെനങ്ങാന്നൊരു വാർത്ത വന്നു, മേയർ കാർ ദുരുപയോഗം ചെയ്തു എന്ന്. കൈരളിയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്താണ് സംഭവം നോക്കിയപ്പോൾ പത്തനംതിട്ട കോട്ടയത്ത ഏതോ ഉള്ള ഒരു കോടതിയിൽ മേയർക്കെതിരെ ഒരു കേസുണ്ട്, അതായത് വി വി രാജേഷിനെതിരെ ഒരു കേസുണ്ട്. ആ കേസിൽ മേയർ പോയത് മേയറുടെ വണ്ടിയിലാണ് എന്നാണ് ഇവന്മാർ പറഞ്ഞു വരുത്തിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ നമ്മുടെ പിണറായി വിജയൻ പോകുന്ന ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങിലാണ്. ആ മീറ്റിങ്ങിലെല്ലാം പിണറായി കാണും, പിണറായിയുടെ ഭാര്യ കാണും, പിണറായിയുടെ മോള് കാണും, പിണറായിയുടെ മോൻ കാണും. ഇങ്ങനെ എല്ലാ എണ്ണത്തിനെയും കൂടോടെയാണ് ഇവന്മാർ കൊണ്ടുപോകുന്നത്. പോരാത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സകല കുടുംബക്കാരും ആ കാറിനകത്ത് കാണും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം 10 കൊല്ലം മുടിച്ച് അതുകൊണ്ട് മൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ മേയറായിട്ട് വി വി രാജേഷ് വന്ന ശേഷം വി വി രാജേഷ് CPM-കാരെ ആട്ടപ്പൂരി തെറിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പാളയത്തടക്കം വലിയ രീതിയിലുള്ള ഇടിച്ച് നിരത്തൽ വി വി രാജേഷ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഇടിച്ച് നിരത്തുന്നത്? 600, 700, 800 രൂപയ്ക്ക് മുറികൾ കൊടുക്കുക. പോരാത്തതിന് അനധികൃതമായിട്ട് റോഡ് സൈഡിലെല്ലാം കടകൾ അനുവദിക്കുക. ഇതൊക്കെ CPM-കാരുടെയാണ്. ഇതെല്ലാം പോയി ഇടിച്ച് നിരത്തി ഈ 600, 700 രൂപയ്ക്ക് മുറി വാടകയ്ക്ക് എടുക്കുന്നവൻ എന്ത് ചെയ്യും? ഇത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം രൂപയ്ക്ക് ലീസിന് മറിച്ചടിക്കും. എന്നിട്ട് അവൻ ഇരുന്ന് തിന്നും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇനി നടക്കില്ല എന്നാണ് കൃത്യമായിട്ട് മേയർ വി വി രാജേഷ് പറഞ്ഞത്. ഇപ്പോഴിതാ മേയർ വി വി രാജേഷ് സംസ്ഥാനങ്ങളുടെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളിൽ പലതും വൃത്തിഹീനമായിട്ട് ഓടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മുടെ തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ ഇരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന് പാർക്കിംഗ് സൗകര്യമില്ല. നമ്മുടെ ആര്യ രാജേന്ദ്രൻ വന്ന ശേഷം വലിയ വിവാദമായിട്ടുള്ളൊരു തീരുമാനം ആര്യ രാജേന്ദ്രൻ എടുത്തു. അതിൻ്റെ പിന്നിൽ CPM-കാരാണ്, ഹോട്ടൽ CPM-കാരുടേതാണ് എന്നൊക്കെയുള്ള വലിയ വാദഗതികൾ ആ സമയത്ത് വന്നിരുന്നു. അതായത് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങേ ഇല്ല. അതായത് നമ്മുടെ ആ ടാറിട്ട് റോഡിൽ നിന്ന് നേരെ കയറുന്ന ഹോട്ടലിലോട്ടാണ്. ആ ടാറിട്ട് റോഡ് തന്നെ അടിച്ചു കൊടുത്തു, പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു. അത് വലിയ വിവാദമായി. പക്ഷേ അതല്ല വി വി രാജേഷ്
രാജേഷ് ചെയ്യുന്നത്. പഴകിയ ഭക്ഷണങ്ങൾ വി രാജേഷ് ഉദ്യോഗസ്ഥരോടൊപ്പം പോയി അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അത് പിടിച്ച് ആ ഹോട്ടൽ സീൽ ചെയ്ത് പൂട്ടിക്കുക എന്നുള്ളതാണ് വി രാജേഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ വി രാജേഷ് അത് പൂട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായത്. ഇത് കണ്ട് CPM ഇരിക്കെ പുറത്തിയില്ല. CPM നേരെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ മേയറുടെ യഥാർത്ഥത്തിലുള്ള പണി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഒന്നും ഒരു പണിയില്ലാതിരിക്കുകയാണ്, ചുമ്മാ റീലിടുക, ഇത് മാത്രമാണ് മേയറുടെ പണി എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കാലം താമസിച്ചത് പൂജപ്പുരയിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മുടവൻമുകൾ. ഈ മുടവൻമുകളിലാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ വണ്ടി അങ്ങോട്ട് പോകുന്ന കാണാം. ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഒരു 3 മണിക്ക് തിരികെ വീട്ടിലോട്ട് വരുമ്പോൾ ആര്യ രാജേന്ദ്രൻ വണ്ടി തിരിച്ച് മുടവൻമുകളുള്ള ആര്യ രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കാണാം. പിന്നെ ആ വണ്ടി തിരിച്ചോ മറിച്ചോ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 24 മണിക്കൂറും അവിടെ കിടന്ന് വരവിക്കൊണ്ടിരുന്ന ഒരുത്തനാണ്, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ വി രാജേഷ് പറയുന്നത് എന്താണ്, വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ ഞാൻ അവിടെ തന്നെ കാണും. രാത്രി 12 മണി വരെയും വി രാജേഷ് കോർപ്പറേഷനിൽ സജീവമാണ്. ഞാൻ അവിടെ തന്നെ കാണും, എല്ലാവർക്കും വരാം, ഒരു അപ്പോയിൻമെൻറ്റ് വേണ്ട, വന്ന് എന്നെ കാണാം, എന്നെ പരാതികൾ ബോധിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ പരാതി കേൾക്കാൻ പറ്റാത്ത ഒരു മേയറായി ഞാൻ മാറില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പരാതി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും എനിക്കൊരു അസൗകര്യം വന്നു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം നിങ്ങളാണ് എനിക്ക് ശമ്പളം തരുന്നത് എന്ന് പറയുന്ന ഒരു മേയറാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ്റെ പരിശോധന നടത്തി 95 സ്ഥാപനങ്ങളിലാണ് വിവിധ സ്ക്വാഡുകൾ പരിശോധിച്ച് 48 സ്ഥാപനങ്ങളിൽ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പിഴ അടപ്പിച്ച് ചില ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 7 നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തി ഇവർക്ക് നോട്ടീസ് നൽകിയതായി വി രാജേഷ് പറഞ്ഞു. പിഴയായി 57,500 രൂപയാണ് ഇവന്മാരെ കൊണ്ട് അടപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് നേരത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അത് പരിഹരിക്കാതെ തുടർന്നതിനാൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ് എന്നാണ് മേയർ പറഞ്ഞത്. തട്ടുകടകളിലടക്കം പരിശോധന നടത്തി മുഖം നോക്കാതെ നടപടിയെടുക്കും, പരിശോധന ഇനിയും തുടരുമെന്ന് വി രാജേഷ് മുന്നറിയിപ്പ് നൽകി. തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിനുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ അടുത്തടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും തെരുവ് നായ ഉന്മൂലനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പണികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇനി മേയർ വി രാജേഷിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കോർപ്പറേഷനിൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ കോർപ്പറേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ തട്ടുകടകൾ പല സ്ഥലത്തും വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സ്ഥലത്തും ഈ തട്ടുകടകൾ വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ തട്ടുകടകൾ വച്ചിരിക്കുന്നതോ ഈ നഗരത്തിലെ ഈ റോഡുകൾ കയ്യേറിയാണ് ചില തട്ടുകടകൾ വച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ അനുമതി ഇതിനുണ്ടോ എന്ന് പരിശോധിക്കണം. അനുമതി ഉണ്ടെങ്കിൽ തന്നെയും നഗരത്തിലെ റോഡ് കയ്യേറാൻ ഇവന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഇതൊക്കെ നോക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു കടമയാണ് എന്ന് ഞാൻ പറയുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾ, പല ആൾക്കാർ റോഡിലൊക്കെ ഇറങ്ങി നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരാ പോകുന്നുണ്ട്. വണ്ടി എങ്ങാനും ഇവന്മാരെ മെക്കിട്ട് വല്ലതും കയറിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു മരണത്തിനെങ്ങാനും കലാശിച്ചാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ കൊണ്ടുവരാനായിട്ട് CPM ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, ഒരു CCTV ദൃശ്യമാണ്. ഒരു വണ്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നേർക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യമാണ് കണ്ടത്. അതിൻ്റെ താഴെ മുഴുവൻ വണ്ടിക്കാരന് പൂരത്തെറിയാണ്. പക്ഷേ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ അതിനകത്ത് വന്നത്, അത് പറയാൻ ധൈര്യം കാണിച്ച അയാളെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ പേര് എനിക്കറിയില്ല. അയാൾ പറഞ്ഞത്, ഞാൻ പറയാൻ പോകുന്ന ഒപ്പീനിയൻ അൺപോപ്പുലർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഈ തട്ടുകടകൾ പലതും ഈ റോഡ് കയ്യേറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാരിൽ നിന്ന് ചായ കുടിക്കുന്നത് പോലും ഈ റോഡ് സൈഡിലാണ്, വളരെയധികം ഇറങ്ങിയിട്ടാണ് ചായ കുടിക്കുന്നത്. ഈ വരുന്ന വണ്ടിക്കാരനുണ്ടല്ലോ, അതായത് വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ മനഃപൂർവ്വം ഇടിച്ച് കയറ്റിയതല്ല. ഇപ്പോൾ റോഡിലൂടെ ഒരാൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുക, ഇത് മെഷീനാണ്. ഈ മെഷീൻ ചിലപ്പോൾ ഫെയിലാവാം. അയാൾക്ക്, അതായത് വണ്ടി ഓടിക്കുന്ന ആൾ ഉറങ്ങിപ്പോകാം, വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഹൃദയാഘാതമോ ബോധക്ഷയമോ വല്ലതും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാലും ആ പല സ്ഥലങ്ങളിലേക്കും വണ്ടി പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇടിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ തട്ടുകടകൾ വച്ചിരുന്നാൽ അപകട സാധ്യത കൂടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം കൂടെ മേയർ വി രാജേഷ് പരിശോധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് യോഗ ഡേ ആണ്. യോഗ ഡേയിൽ മേയറും ഒരു കുട്ടിയുമായിട്ടുള്ളൊരു സംവാദവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. എനിക്ക് 15 വയസ്സായി, എനിക്ക് 18 വയസ്സ് തികഞ്ഞാൽ ഞാൻ മേയർ വി രാജേഷിന് വോട്ട് ചെയ്യും, അങ്ങ് തന്നെ മേയറായി തുടരണം എന്നാണ് ആ കുട്ടി മേയറോട് പറയുന്നത്. എന്തായാലും ആ ദൃശ്യം കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കൊല്ലം മേയറായിട്ടാ ചോദിക്കണം. അടുത്ത കൊല്ലം ഞാൻ തന്നെ മേയറായിട്ടുണ്ടാവും. വോട്ടില്ല, ഞാൻ 18 വയസ്സായിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. 18 വോട്ട് ചെയ്യാമേ. അവക്ക് 18 വയസ്സായി എനിക്ക് വോട്ട് ചെയ്യാം. അവക്ക് വോട്ടില്ലത്. ഇത് ആരാ കുഞ്ഞാ? നമ്മുടെ സ്റ്റാഫിന്റെയാ? അമ്മ എവിടെ? വിളിച്ചോ. പക്ഷെ ഇവിടെ ഇല്ലല്ലോ വോട്ട്. മലപ്പുറം. നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാ? മലപ്പുറത്ത് എവിടെയാ?
അക്കൗണ്ട്സ് അല്ലേ? പേര് റിഷാന നിഷാൻ. ഏത് സ്കൂളിലെ അവള്? നന്ദൻകോടി കിൻഡർ ഗാർഡൻ ആണോ? 18 വയസ്സാകുമ്പോൾ ഇവിടെ കൊണ്ട് ഓട്ടി ഇറക്കും ചെയ്യൂല്ലേ? അടുത്ത വർഷം ഞാൻ തന്നെ കാണുമെന്ന് അറിയാം. 5 വർഷം ഇവിടെ ഒരു 5 വർഷം ഇവിടെ ഉണ്ട്. ഉണ്ടോ? ആൾ പിടിക്കുകയാണല്ലേ. ഒരു ദിവസം റൂമിലോട്ട് കൊണ്ടുവരണം. ഒരു സമ്മേരോടെ എൻ്റെ റൂമിലോട്ട് വരണം. ഓക്കെ. അമ്മയോട് ഞാൻ പറയും ദിവസം, പക്ഷെ അമ്മ പറയും അങ്കിൾ ഇവിടെ ഉണ്ടാവൂല അതുകൊണ്ട് പോകണ്ടെന്ന്. 3 മണി മുതൽ 5 മണി വരെ അങ്കിൾ ഇവിടെ തന്നെ ഉണ്ട്. ചില ദിവസം ഉണ്ടാവില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞത്. നീ യോഗ ക്ലാസ് ഉണ്ടാക്കും യോഗ ക്ലാസ് ഉണ്ട് ഇവിടെ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യാം. ആഴ്ച 2 ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കൊണ്ടുവന്ന് നന്ദൻകോടല്ലേ? കൊണ്ടുവരണം. ഓക്കെ, ഒരു ദിവസം വരണം ഓഫീസിൽ.